ഹലോ. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, നിങ്ങൾ സംസാരിച്ചോളൂ. നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ റെഡിയാണ്. ആരാണ്? ശ്യാമള, പറഞ്ഞു ശ്യാം. സാറേ, ഞാൻ സാറിന്റെ ക്ലാസ്സിലേക്ക് ആദ്യം തന്നെ സാറിനോട് നന്ദി പറയാണ്. എങ്ങനെ നന്ദി പറയണമെന്ന് എത്ര പറഞ്ഞാലും തീരാത്തൊരു കടപ്പാടുണ്ട് സാറിന്റെ അടുത്ത്. കാരണം അത്രയും ഒരു വിഷമഘട്ടത്തിലൂടെ പോകുന്ന ഞാൻ സാറിന്റെ ഒരു 2 ക്ലാസ് യൂട്യൂബ് വഴി കാണാനും അത് അതേപോലെ ഞാൻ ആവർത്തിച്ച് ചെയ്യാനും പഠിച്ചു. അതില് ഞാൻ പൈസ സാറിന് ഒന്നും തരാതെയാണ് ഞാൻ സാറിന്റെ യൂട്യൂബിൽ കാണുന്ന സാറിന്റെ മീറ്റിംഗ് കാണുന്നതും. സാറിനോട് പറഞ്ഞാൽ തീരാത്ത കടപ്പാടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. ആ ഒരു പ്രചോദനം, സാറ് തന്ന ആ ഒരു പ്രചോദനം വെച്ച് ഞാനൊരു വല്ലാത്ത വിഷമഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏത് ഭാഗത്തുനിന്നും കൂടിയാണ് കടാണെങ്കിലും ഓരോരുത്തരും എന്നെ സഹായിച്ച് ഞാൻ ആ വിഷമഘട്ടത്തിൽ നിന്ന് ഇതാ കുറേശ്ശെ കരകയറി. അതിൽ നിന്നൊരു ചെറിയ ഇത് തന്ന് ഞാൻ 2020 മെഡിറ്റേഷന് കയറി. പക്ഷേ ആ 2020 മെഡിറ്റേഷന്റെ 3 ക്ലാസ്സും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ എന്താഗ്രഹിച്ചിട്ടാണോ ഞാൻ 2020 മെഡിറ്റേഷന്റെ ക്ലാസ്സിൽ കയറാൻ ആഗ്രഹിച്ചതെന്ന് വിചാരിച്ചാൽ ആ ഒരു വല്ലാത്തൊരു വിഷമഘട്ടത്തിൽ നിൽക്കുന്ന എനിക്ക് ആ ക്ലാസ്സിൽ കയറാതെ തന്നെ ദൈവാനുഗ്രഹം, പ്രപഞ്ചശക്തി എനിക്ക് തന്നു. അത് സാറിനോടുള്ള ആ ഒരു കടപ്പാട് എങ്ങനെ പറഞ്ഞ് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അധ്വാനിക്കുകയാണ്. എന്നാലും എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ കയറണം തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി നിന്നിട്ടാണ് ഞാൻ സാറിന്റെ ക്ലാസ്സിലേക്ക് കയറുന്നത്. എങ്ങനെയൊക്കെയാ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാറേ. അത്രയും ഞാൻ എത്ര പ്രാവശ്യം നന്ദി പറഞ്ഞാലും തീരൂല സാറിനോട്. അത്രയും നന്ദി ഞാൻ പറയാണ്. എനിക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. സി, നിങ്ങൾ ഇവിടെ ഒറ്റ കാര്യമുള്ളൂ. ആത്മാർത്ഥമായി നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ പ്രപഞ്ച സത്യങ്ങൾ നിങ്ങൾക്ക് കൂട്ടുനിൽക്കും അത് ലഭിക്കാനായിട്ട്. ഇത് നിയമമാണ്, ഇത് തത്വമാണ്, ഇത് മാറില്ല. നിങ്ങളുടെ അത്രയും ആത്മാർത്ഥമായ സമീപനമാണ് നിങ്ങൾ എത്തിച്ചത്. നമ്മളൊക്കെ ഒരു കാരണങ്ങൾ മാത്രമാണ്. പ്രപഞ്ചത്തിലെ അനേകം ശക്തികളിൽ ഒരു ചെറിയ ശക്തി മാത്രമേ നമ്മൾ ചിലപ്പോൾ ഞാൻ പറയുന്ന വാക്കുകളിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. അതുപോലെയാണ് വാക്ക് ഇത്ര തന്നെയാണ്. നിങ്ങൾ ഏതൊരു കാര്യവും ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് ലഭിക്കാനായി പ്രപഞ്ചം കൂട്ടുനിൽക്കും എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രപഞ്ചം നിർദ്ദേശങ്ങൾ നൽകുമെന്ന് പറയുന്ന പോലെ അത് മാത്രം വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുക, പ്രപഞ്ച നിയമത്തിൽ വിശ്വസിക്കുക. എല്ലാം നന്നായി തന്നെ മാറട്ടെ. ഒരു കാര്യം കൂടി പറയാം. 2020 മെഡിറ്റേഷൻ ഇപ്രാവശ്യം പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അടുത്ത 2020 മെഡിറ്റേഷൻ ആകുമ്പോൾ അഡ്മിൻ ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ആ കാശ് ഇവിടെ തന്നെ ഉണ്ട്, സമയം അനുസരിച്ച് ചെയ്തോളൂ. ഏതായാലും ഇപ്പോൾ ചെയ്യുന്ന കർമ്മത്തിൽ ധർമ്മത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുക. അതിൽ ദിവസവും അഭിവൃദ്ധി നേടിക്കൊണ്ടേ പോകുക. ഒരിക്കലും മനഃശാപം ഉണ്ടാവാതെ, ഏതെങ്കിലും ബോധത്തിന് അടിമപ്പെടാതെ കണ്ട് ആത്മാർത്ഥമായി തന്റെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. അതിന്റെ ഫലം ലഭിക്കുകയും കർമ്മണേ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക് യു. സാർ, നന്ദി നന്ദി നന്ദി. എത്ര സാറിനോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. അത്രയും ഞാൻ നന്ദി പറയാണ്. കോടി നന്ദിയുണ്ട്. കാരണം ഞാൻ അത്രയും വലിയ അത് എനിക്ക് സാറിനോട് എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. വികാരത്തിലാകണ്ട. എല്ലാത്തിനും അതിൻ്റെതായ സമയത്ത് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാം അതുപോലെ നടക്കും. നന്ദി, താങ്ക് യു, താങ്ക് യു. ചേച്ചിന്റെ അനുഭവം കേട്ടപ്പോ വലിയ സന്തോഷമായി കേട്ടോ സർ. ചേച്ചിന്റെ അനുഭവം കേട്ടപ്പോ എനിക്ക് ഭയങ്കര താങ്ക് യു, 1000 താങ്ക് യു. ആ ചേച്ചി ഇത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കൂടിയാണ് ആ വാക്കുകളൊക്കെ. തീർച്ചയായിട്ടും അവരെ 2020 ഭയങ്കര സങ്കടത്തിൽ വന്നവരാണ്. പക്ഷെ ഒരുപാട് മിറാക്കിളുകൾ അവിടെ നടന്നു. അടുത്ത സംസാരിച്ചോളൂ. ഓമന സംസാരിക്കാൻ വന്ന ഓമന സംസാരിച്ചോളൂ. ഓക്കെ, ആരാ? വത്സലാമ സംസാരിച്ചോളൂ. ഓക്കെ സാർ, നന്ദി സാർ. ഞാൻ സാറിന്റെ പിന്നെ യൂട്യൂബ് ക്ലാസ് ഒരാഴ്ചക്ക് മുമ്പ് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വട്ടത്തെ ക്ലാസ്സിന് വന്നത്. ക്ലാസ്സിന് വന്ന് സാറിൻ്റെ കൂടെ ഒരു 2 വാക്ക് എനിക്ക് സംസാരിക്കാൻ ഒത്തപ്പോഴത്തേക്ക് സാറ് സിബി സാറിനെ പാസ് ചെയ്തു. അതിനുശേഷം സിബി സാറിനെ പാസ് ചെയ്ത് സാറ്
പിന്നീട് സംസാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് ഒരു ഹണി പ്രോഡക്റ്റിന്റെ കാര്യമായിരുന്നു അന്ന് സാറിന്റെ പറഞ്ഞത്. ഞാൻ ഒരാഴ്ച കൊണ്ടാണ് സാറിന്റെ ക്ലാസ് അത് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് ക്ലാസ്സിനൊക്കെ അഡിക്റ്റ് ആകുന്നത്. അതിനുശേഷം ഞാൻ പിന്നെ 2-3 കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനുശേഷം സാറ് പറഞ്ഞാൽ എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ ഹണി പ്രോഡക്റ്റിന്റെ ഇതിൽ ഒരു പിന്നെ ഒരു അവാർഡ് ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞ് അതെനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും 24 ചാനലിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു ഇത് വീഡിയോ ഒന്ന് കവർ ചെയ്യണം. അങ്ങനെ അത് യൂട്യൂബിൽ വന്നു. അങ്ങനെ കുറെ പ്രശസ്തി നേടി. പ്രോഡക്റ്റ് വിറ്റ് അങ്ങനെ ഒരു വരുമാനമൊന്നും എനിക്ക് ഉണ്ടായില്ല ഇതുവരെ. പക്ഷെ എനിക്ക് പ്രശംസയൊക്കെ എല്ലാവരും കുറെയൊക്കെ അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ സാറിൻ്റെ അത് പറയണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് മ്യൂട്ട് ചെയ്തൊക്കെ സംസാരിക്കാൻ അത്ര പ്രാക്ടീസ് പോരുന്നുണ്ട്. ഇത്രയും ദിവസം എനിക്ക് കഴിഞ്ഞില്ല. വളരെ നന്ദി സാർ. ഇനി മുമ്പോട്ട് പോകണം എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. തിരുവനന്തപുരത്തിനോട് പറഞ്ഞത് ഓർക്കുണ്ടോ? സാറിന് പാസ് ചെയ്തു. മാർക്കറ്റിംഗ് ഒന്നും നടന്നില്ല, അതൊന്നും നടന്നില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ 2 ദിവസം കൊണ്ട് തന്നെ ഈ അനുഭവം എനിക്കുണ്ടായി. അല്ല, മാർക്കറ്റിംഗ് ചിലപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാതെ കൊണ്ടായിരിക്കില്ല മനസ്സിലാവും. ആ ഒരു പാട്ട് ശ്രദ്ധിക്കാത്ത കൊണ്ടല്ലേ. ഇത് പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സാധനമാണല്ലോ ഹണി എന്ന് പറയുന്നത്. സിബി സാറിനോട് സംസാരിച്ചിട്ട് നമുക്കത് സംസാരിക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അതിന്റെ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ലിസ്റ്റുകളൊക്കെ ഒന്ന് നമുക്ക് അതിന്റെ കാറ്റലോഗ് ഒന്ന് നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് ഇട്ട് തരും കേട്ടോ. 3 ആത്മാർത്ഥമായിട്ട് യൂട്യൂബിന്റെ ഇടട്ടെ സാർ, ആ യൂട്യൂബിൽ വന്നത് ഇടട്ടെ. അഡ്മിൻ ഇട്ട് കൊടുത്താൽ മതി, ഇട്ടോ കേട്ടോ. മാറ്റം ഉണ്ടാവട്ടെ. താങ്ക് യു. ഓക്കെ, ശരി. ഓമനമ്മ എന്ന് പറഞ്ഞു. ഓമന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, സംസാരിച്ചോളൂ. ഓക്കെ, പത്മിനി ശിവൻ പറഞ്ഞോ. പത്മിനി ശിവൻ സംസാരിച്ചോ? ഇല്ല. ശബ്ദം ഭയങ്കര കുറവാണ് പത്മിനി. പറഞ്ഞോ. ഓക്കെ, പറഞ്ഞോ, കുഴപ്പമില്ല. നമസ്കാരം സാർ. പറഞ്ഞു. ഞാനല്ല, വേറെയാ. പത്മിനി ശിവൻ സംസാരിച്ചോളൂ. നിങ്ങൾ സംസാരിക്കാത്തതുകൊണ്ടാണ് മറ്റുള്ള നിങ്ങൾ സംസാരിക്കാത്തവിടെ എന്ത് ചെയ്യണേ? ഇപ്പൊ മ്യൂട്ട് ചെയ്തു, മനസ്സിലാവുന്നില്ല. നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ ഷീല മാത്യു, പറഞ്ഞു. സാർ, ഞാന് രണ്ടാഴ്ച ആയിട്ടുള്ളൂ സാറിന്റെ യൂട്യൂബിൽ ആദ്യമായിട്ട് ഈ ടോക്ക് കേട്ടിട്ട് പോലും. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമായി. കാരണം യൂണിവേഴ്സൽ പ്രപഞ്ചശക്തി ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാന് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ 2 ആഴ്ചയായിട്ട് ഇച്ചിരി ബിസിനസ് കുറവായപ്പം ഇങ്ങനെ യൂട്യൂബ് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. വലിയൊരു അനുഗ്രഹമായി. അത് കേട്ട് എന്റെ മനസ്സ്, എനിക്ക് ഭയങ്കര സങ്കടത്തിലായിരുന്ന മനസ്സിനെ എനിക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റി. ഞാൻ പിന്നെ അഡ്മിനോട് ചോദിച്ചപ്പോ പറഞ്ഞു ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു ക്ലാസ് കേൾക്കാൻ പറഞ്ഞു. അതിന് ഞാനിപ്പോ ജോയിൻ ആയിട്ടുണ്ട്. മനസ്സിലായി വരുന്നതേ ഉള്ളൂ സത്യത്തില്. പക്ഷെ ഞാന് വളരെ ഹാപ്പിയാണ്. എനിക്കൊരു സമയം കിട്ടിയാൽ സാറിന്റെ ഈ ടോക്ക് ഞാൻ കേൾക്കുന്നുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. എനിക്കിതങ്ങോട്ട് മനസ്സിലായി വരുന്നതേ ഉള്ളൂ. നല്ലോണം മനസ്സിലാക്കണം കേട്ടോ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുമ്പോ നമ്മൾ ഈ പറയുന്ന കാര്യം ശരിക്കും മനസ്സിലാക്കണം. STC അല്ലേ? അതെ. MA ലൈഫ്സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു കമ്പനി. നല്ല പ്രോഡക്റ്റ് ആണ്. എന്താ സാർ? STC എന്നുള്ള കുറെ ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഉണ്ടോ? എനിക്ക് ഈ ബിസിനസ് ക്ലാസ് അതൊക്കെ ഞാൻ കേറാം. പക്ഷെ ഇപ്പൊ ഞാൻ എനിക്ക് ഇച്ചിരി ടെൻഷനിലായിരുന്നു. പക്ഷെ എനിക്ക് സാറിന്റെ ടോക്ക് ഭയങ്കര ആശ്വാസമാണ്. എല്ലാം ശരിയാകും. എനിക്കെല്ലാം തരും. താങ്ക് യു. സാർ, ഈ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് കേൾക്കുമ്പം നമ്മളത് മനസ്സിലാക്കി വരണം അല്ലെ? ഇച്ചിരി പാടാന്ന് എനിക്ക് തോന്നുന്നു. പാടാകുമ്പോഴല്ലേ തെളിയുള്ളൂ. അങ്ങനെ ചോദിച്ചോളൂ. എന്ത് ഡൗട്ട് ഉണ്ടോ ഗ്രൂപ്പിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ. ഓമനമ്മ സംസാരിച്ചോ. സാറേ, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല സാറേ. ഒന്നും ചെയ്യാൻ പറ്റില്ല. പതുക്കെ ചെയ്ത് എത്തുന്നല്ലാണ്ട് വേറെ ഒരു ഷോർട്ട് കട്ടും അതിനില്ല.
ഓമന അമ്മയോട് ഞാൻ അന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങൾക്കിത് പറ്റുന്നില്ലെന്ന്. എല്ലാം നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. കാരണം നിങ്ങളടുത്ത് എന്തോ ഉള്ള ഒരു സാധനത്തെ പൂർണ്ണമായിട്ട് അവിടുന്ന് എടുത്തു കളഞ്ഞിട്ട് പോലും നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് മെഡിറ്റേറ്റിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട് തന്നെ ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ധൈര്യപൂർവ്വം അത് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഒരു വിഷയമില്ല കേട്ടോ, പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, നമസ്കാരം സർ, സംസാരിക്കാമോ സാർ? സംസാരിച്ചോളൂ. ശോഭന. ശോഭനം, ആ, ശോഭന. നമസ്കാരം സാർ, ഗുഡ് ഈവനിങ്. ഞാൻ സാറിന്റെ യൂട്യൂബ് ചാനൽ 3 മാസമായിട്ടൊക്കെ കണ്ടു തുടങ്ങിയത്. 3 ആഴ്ചയായിട്ട് കണ്ടു തുടങ്ങി. എന്താ പറയണ്ടെന്നറിയില്ല, എനിക്ക് ഓരോന്ന് കാണുമ്പോൾ അടുത്തടുത്തടുത്ത് കാണാൻ തോന്നിയിട്ട് ഒരുപാട് ചാനൽ ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുമ്പോഴൊക്കെ ഇത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുക. ഞാൻ അഡിക്റ്റ് ആയി എന്ന് പറഞ്ഞ കറക്റ്റ് അതാണ്. പിന്നെ മെഡിറ്റേഷൻ ഞാൻ 1 വർഷത്തോളം ഏകദേശം ഒരു ഗുരുവിന്റെ കീഴിൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ സാർ പറഞ്ഞതൊക്കെ എനിക്ക് കുറെ കൂടി മനസ്സിലാകുന്നുണ്ട്, വേഗം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ടിപ്സ് ഒക്കെ ഞാൻ 1-2 ടിപ്സ് ഒക്കെ ഞാൻ സാർ പറഞ്ഞതുപോലെ ചെയ്തു. എനിക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്തു. ഞാൻ ഡബിൾ ടെക്നിക്ക് ചെയ്തു, അതുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ് കിട്ടി. കുറേശ്ശെ ഞാൻ ടിപ്സിൽ ഇങ്ങനെ ചെയ്ത് വരുന്നുള്ളൂ. സാറിന്റെ ക്ലാസ് ലോ ഓഫ് അട്രാക്ഷനിലുണ്ട്, ഞാനിപ്പോ ഉണ്ട്. വളരെ ഫലപ്രദമാണ് അത്, ഒന്നും പറയാനില്ല. സാറിന്റെ മുഖം കാണുമ്പോ തന്നെ ഭയങ്കര ഒരു സ്പിരിറ്റ് ആണ്. പിന്നെ സൂം ഞാൻ ഇപ്പൊ തന്നെ കണ്ടല്ലോ, കണ്ട പക്ഷെ ഞാൻ ചാടിക്കയറി ഓടി വരായിരുന്നു. ലൈവിൽ എനിക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്ന് വെച്ചിട്ട് വളരെ സന്തോഷം. ഒരുപാട് ചിന്തകളും ടെൻഷനും ഒക്കെ ആയിട്ടിരുന്ന ആളാണ് ഞാൻ. വെറുതെ ആവശ്യമില്ലാണ്ട് കഴിഞ്ഞതിനെ പറ്റി ഓർത്ത് ഒരുപാട് സങ്കടപ്പെടും, പറ്റാത്തതിനെ പറ്റി ഓർത്ത് വിഷമിക്കുന്ന ആളായിരുന്നു. പക്ഷെ അന്ന് ഞാൻ എന്റെ ഗുരുവിന്റെ കീഴിൽ ചെയ്യുമ്പോ തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. 60,000 ചിന്തകളെ 6,000 ആക്കി, 600 ആക്കി, അങ്ങനെ കുറച്ച് വന്ന് ഇപ്പൊ എനിക്ക് ഒരുപാട് ചിന്തകളില്ലാതെ 2-3 ചിന്തകളിലൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ സുഖമായിട്ട് പറ്റുന്നുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ 1-2 ദിവസം സ്കിപ്പ് ചെയ്യുന്നല്ലാതെ ഞാൻ എല്ലാ ദിവസവും അത് ഫോളോ ചെയ്യുന്നുണ്ട് സാർ. എനിക്ക് ഭയങ്കര സന്തോഷം. ഇതിലും കൂടി സാറിനെയും കൂടി ഗുരുവായി കിട്ടിയാൽ എനിക്ക് വളരെ സന്തോഷം, വളരെ സന്തോഷം. ഹാപ്പിയാണ് സാർ, ഹാപ്പി. താങ്ക് യു. നന്നായിട്ട് മെഡിറ്റേഷനിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കൃത്യമായ ജ്ഞാനോദയം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ജ്ഞാനോദയത്തിന് ഉള്ള യാത്രയിലേക്ക് പോകണമെങ്കിൽ ഇത് ഉണ്ടായാലേ പറ്റുള്ളൂ. അതായത് നമ്മുടെ എനർജിയെ അലൈൻമെന്റ് ചെയ്യാൻ സാധിക്കാത്തടത്തോളം കാലം നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനർജി അലൈൻമെന്റ് നടക്കുള്ളൂ. എനർജി അലൈൻമെന്റ് എത്തിയാൽ മാത്രമേ മുന്നോട്ട് യാത്ര പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, വെറുതെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. അത് നല്ലൊരു ഗുരുവിന്റെ മുമ്പിൽ അഭ്യസിക്കുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് ആത്മാർത്ഥമായിട്ടും അങ്ങനെ തന്നെ ചെയ്തു പോവുക കേട്ടോ. താങ്ക് യു വെരി മച്ച്. ലോ ഓഫ് അട്രാക്ഷനും എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാവുന്ന ഡൗട്ടുകൾ എല്ലാം അന്നേരം തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കേട്ടോ. സർ ഞാനൊന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. എനിക്കിന്ന് അപ്രതീക്ഷിതമായി ഒരു 20,000 രൂപ അക്കൗണ്ടിൽ വന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാനെല്ലാം ശരിയായിട്ടേ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും അത് എല്ലാം ശരിയാവട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് ഞാൻ എപ്പോഴും ഉള്ളത്. പിന്നെ വേറെ എപ്പോഴും പറയുന്നു, ലോകം അതിൻ്റെതായ ഒരു സിസ്റ്റത്തിലാണ് നടന്നു പോകുന്നത്. അത് മഹാദേവന് പോലും മാറ്റാൻ സാധിച്ചിട്ടില്ല. അത് അനുഭവിച്ച് സുപ്രീം കോർട്ടിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടുന്നത്. സുപ്രീം കോർട്ടിൽ നിന്നാണ് ഇനിയിപ്പം നമുക്ക് സ്റ്റേ കിട്ടേണ്ടുന്നത്. അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. കിട്ടണം. അതിനുവേണ്ടി സാറൊന്ന് പ്രാർത്ഥിക്കണം. എപ്പോഴും ഉണ്ട് ആ പ്രാർത്ഥന, എന്നും മനസ്സിലുണ്ട്. നിങ്ങളെ കാണുമ്പോഴും നിങ്ങളുടെ പേര് കേൾക്കുമ്പോഴും അത് തന്നെയാണ് പ്രാർത്ഥനയുള്ളത്. ഓരോ നിമിഷവും. താങ്ക് യു സാർ. പറഞ്ഞോളൂ സ്മിത. ഹലോ സാർ. സാർ ഞങ്ങള് നേരത്തെ സാറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. അന്നേരം സാറ് ഞങ്ങളൊരു വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാർ അതിനുള്ള അഫർമേഷൻ പറഞ്ഞു തന്നു. ഞങ്ങളത് ഫോളോ ചെയ്തു. പക്ഷെ ആ പറഞ്ഞ ഡേറ്റിൽ അത് നടന്നിട്ടില്ല. അന്നേരം അഡ്മിനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്മിൻ അന്നേരം വീണ്ടും 7 ഡേയ്സിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം ജേർണി ടു ഹാപ്പിനെസ് ഞങ്ങൾ ചേർന്നിട്ടുണ്ട്. അപ്പം സാറിന് അത് ഒന്നുകൂടെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒരു മിനിറ്റ് സ്മിത ബിനുവൽ, ഞാൻ പറഞ്ഞത് നിങ്ങളോട് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. നിങ്ങൾ ജേർണി ടു ഹാപ്പിനെസ്സിൽ ചേർന്നത് കൊണ്ട് എന്താ ഗുണം?
ക്ലാസ് കേൾക്കുന്നുണ്ട് സാർ ഇല്ല, എപ്പോഴും. ക്ലാസ് കേൾക്കുന്നില്ല. നിങ്ങൾ ഒരു ഡൗട്ട് പോലും ആ ഗ്രൂപ്പിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ ഒരാൾ ആ ഗ്രൂപ്പിൽ ഉണ്ട് എന്ന് പോലും ഒരാൾക്ക് പോലും അറിയില്ല. അല്ല, ഞാൻ ഡയറക്റ്റ് ഈ രാധിക മാമനെ വിളിച്ചിട്ട് അത് സംശയങ്ങളൊക്കെ കാര്യമില്ലല്ലോ. ചോദിക്കാറുണ്ട്. അഡ്മിൻ ക്ലാസ് എടുക്കുന്ന ഞാനല്ലേ. നിങ്ങൾക്ക് ഡൗട്ട് എല്ലാവരോടും രാവിലെയും വൈകിട്ടും ഞാൻ ചോദിക്കുന്നു. നിങ്ങൾ കണ്ട ഭാഗം പറയൂ, മനസ്സിലാക്കി തരൂ, വീണ്ടും മനസ്സിലാക്കി തരാം, നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു തരാമെന്ന് എത്രയോ റിപ്പീറ്റഡ് രാവിലെയും വൈകിട്ടും ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ കയറി പൈസ അടിച്ചു, സന്തോഷം, പൈസ കിട്ടി. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിൽ മാത്രമല്ലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരു 500 രൂപ 10,000 രൂപ ദൈവത്തിന് കൊണ്ട് കൊടുത്താൽ ശരിയാക്കുന്ന പറയുന്ന പോലെ ആവില്ലേ? അതെങ്ങനെ ശരിയാവുക? നമുക്ക് മാറ്റം ഉണ്ടാകുന്നത് എവിടെയാണ്? അകത്താണ് മാറ്റം ഉണ്ടാവേണ്ടത് അല്ലെ? അകത്ത് മാറ്റം ഉണ്ടാക്കണ എന്തെങ്കിലും കൊടുക്കണ്ടേ അകത്തോട്ട്? കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അഫർമേഷൻസ്. രണ്ടാമത്, അഫർമേഷൻസ് എങ്ങനെയാ വർക്ക് ചെയ്യുക? അഫർമേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ വെറുതെ പറഞ്ഞുകൊണ്ട് വർക്ക് ചെയ്യൂ. അഫർമേഷനൊക്കെ കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അത് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല, പ്രവർത്തനം കൂടി വേണം. അങ്ങനെ മാത്രമല്ലേ വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പാകിസ്ഥാനെ കീഴടക്കാൻ വിചാരിച്ച് ഞാൻ ഇവിടുന്ന് അഫർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ കീഴടക്കാൻ പറ്റുമോ എന്നെ കൊണ്ട്? ഇങ്ങനെയൊക്കെ നടക്കുവോ? എന്നാ പിന്നെ അഫർമേഷൻ എല്ലാം വർക്ക് ചെയ്യുകയാണെങ്കിൽ മോദി ഞങ്ങളെല്ലാം, നമ്മൾ ഇന്ത്യക്കാർ എല്ലാം ഇരുന്നിട്ട് പറയാണ് പാകിസ്ഥാനെ ഇനി മുതൽ രാജ്യമില്ല, നമ്മൾ ശത്രു രാജ്യമുണ്ട്, അതിനെങ്കിൽ ഇല്ലാതാക്കണം, എല്ലാവരും കൂടി പ്രാർത്ഥിക്കും. എങ്ങനെ നടക്കുവോ? ഇല്ല. അങ്ങനെയല്ല, നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും അത് നടത്തുന്നതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. സ്മിത, ശ്രമമല്ല പലരും വേണ്ടത്. തിരക്കിയിട്ടുണ്ട്, അതിനെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ആയില്ല എന്ന് പറഞ്ഞത്. സ്മിത, ശ്രമമല്ല വേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായി അകത്ത് നിന്നുള്ള പ്രവർത്തനമാണ് ആവശ്യം. അത് അകത്ത് നിന്നും, അതായത് നമ്മൾ അതിന്റെ വൈബ്രേഷനുകൾ മാറണം. അപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക. നിലവിലുള്ള വൈബ്രേഷനുകൾ മാറണം നമ്മുടെ ബോഡിയിൽ. അത് മാറണമെങ്കിൽ നമ്മുടെ ബോഡി അതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ്, ശരീരം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇത് മാറണം. ഇത് മാറണമെങ്കിൽ ഒരു മാറില്ല. അതുകൊണ്ട് അഫർമേഷൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയി പറഞ്ഞ് ചിലപ്പോ ഒരു നിമിഷം കൊണ്ട് സംഭവിക്കും, ഒരു മിനിറ്റ് കൊണ്ട് മാറിപ്പോകും, ഒറ്റ തവണ പറഞ്ഞാൽ മാറിപ്പോകും. അത് മാറുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയില്ലേ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് എങ്ങനെ എടുക്കുന്നത്, നമുക്കാർക്കും തീരുമാനിച്ചെടുക്കാൻ പറ്റില്ല. ചിലപ്പോ ഒറ്റ തവണ പറഞ്ഞ് പിറ്റേന്ന് നടന്നു വരും, ചിലപ്പോ കുറേ വർഷങ്ങൾ എടുത്തുനിന്ന് വരും. അതിന്റെ പ്രോസസ്സ് അങ്ങനെയാണ്. അപ്പൊ മാറ്റം ഉണ്ടാവണം, ഉത്തരമാത്രം ഇതിനെ കീപ്പ് ചെയ്യുക. സ്മിത വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. പക്ഷെ ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോഴേ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ 2 പേരോടും ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെക്കാളും കൂടുതൽ ഹസ്ബൻഡാണ് ചെയ്യണമെന്ന് പറഞ്ഞത് അല്ലെ? ചെയ്തിട്ടുണ്ട് സാർ, ചെയ്യുന്നുണ്ട്. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് വരും കേട്ടോ. ചെയ്ത് വന്ന എന്തായാലും റിസൾട്ട് വേണം അല്ലേ? നമുക്കിപ്പോ എനിക്കാ വരും, നിങ്ങൾക്ക് ഒരാൾക്കായിട്ട് ഞാൻ റിസൾട്ട് ഇല്ലാതെയോ മറ്റൊരാൾക്ക് വേണ്ടി റിസൾട്ട് ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. നമ്മൾ എല്ലാവർക്കും വേണ്ടിയാണ് കൊടുക്കുന്നത് അല്ലെ? അപ്പൊ ഞാൻ പറയാൻ തന്നെ സ്വാഗതമാണ്. ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങൾ മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടി മനസ്സിലാക്കാനാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ കേട്ടോ. പ്രാക്ടീസ് ചെയ്ത് ഗ്രൂപ്പിൽ സംശയങ്ങൾ ചോദിച്ചോളൂ, വീണ്ടും പ്രാക്ടീസ് ചെയ്തു. നടക്കും അത്. നമ്മളത് നോക്കി പറഞ്ഞതല്ലേ, നമ്മൾ പെൻഡിൽ നോക്കി പറഞ്ഞതല്ലേ അത്? പെൻഡിൽ നോക്കി പറഞ്ഞത് അത് നടക്കും കേട്ടോ. ചെയ്താ മതി, നടക്കും. ബുധനാഴ്ച ഒരു അവാർഡ് വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സാറിന്റെ അടുത്ത്? ബിഗിനാണ്. ബുധനാഴ്ച ഞാൻ പോയിട്ട് ദേശീയ അവാർഡ് വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞു. അത് കിട്ടി. ഞാൻ എന്റെ ഫോട്ടോ നല്ലത് കിട്ടാത്തോണ്ടാണ് ഞാൻ സാറിന് അയച്ചു തരാതിരുന്നത്. ചിലപ്പോ നാളെ കിട്ടും. എനിക്കതൊരു വലിയ സന്തോഷം കിട്ടും. ഒരു 10-25 പേർക്ക് ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അവിടുന്ന് വലിയ 20-15 അവാർഡ് വാങ്ങിയവരെ നടുക്കുന്ന എനിക്കത് വാങ്ങിക്കാൻ പറ്റി. കാരണം എനിക്ക് മാത്രം ഫസ്റ്റ് കിട്ടണത്, ബാക്കി എല്ലാവരും അവാർഡ് വാങ്ങിച്ചവരാ. എനിക്കതൊരു ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ദേശീയ അവാർഡ് വാങ്ങിക്കാൻ പറ്റുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ വന്നിട്ട് എന്റെ കോംപ്ലക്സിലൊക്കെ ഷോപ്പിലൊക്കെ സ്വീകരണമൊക്കെ കണ്ടപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി, സത്യമായിട്ടും. എനിക്കതൊരു വലിയ സന്തോഷം കേട്ടോ. പിന്നെ അതല്ല, പിന്നെ സാറിനോട് ഞാൻ പറഞ്ഞൊരു 10-ാം തീയതി ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ 20-ാം തീയതിയിലേക്ക് സമയം വാങ്ങിച്ചു. എനിക്ക് 10-ാം തീയതി എന്തായാലും ചെയ്യാൻ പറ്റില്ല. 20-ാം തീയതി ആകുമ്പോഴത്തേക്ക് അതെന്തായാലും ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇല്ല, ഞാനത് കഴിയുന്നതും നോക്കിയിട്ട് എനിക്ക് എന്താണെന്നറിയില്ല, എന്തോ ഒരു ബ്ലോക്ക് പോലെ എനിക്ക് പറ്റാത്തൊരവസ്ഥയായി പോയി. ഞാൻ കഴിയുന്നു
മെന്റലായിട്ട് ഒന്ന് പിടിച്ചു വെച്ചതാണ്. അത് നടക്കുമായിരുന്നു എന്തായാലും. അപ്പൊ ഞാനത് 20-ാം തീയതിയിലേക്ക് ശ്രമിക്കുന്നുണ്ട്. 20-ാം തീയതിയിലേക്ക് അത് നടക്കണം. എനിക്ക് അത് അത്രയും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. 20-ാം തീയതിയിലേക്ക് അത് നിങ്ങളത് ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കണേ. അതൊരു പിടുത്തം പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ചില സ്ഥലത്തൊന്ന് പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ അന്ന് തന്നെ എനിക്ക് എന്നിട്ട് ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞത് അതെന്തായാലും നിങ്ങൾ 10-ാം തീയതി ചെയ്തിരിക്കണമെന്ന് ഞാൻ വീണ്ടും പറഞ്ഞതുകൊണ്ട്. ഞാനത് കഴിയുന്നതും ഞാൻ നോക്കി. എനിക്ക് എവിടുന്നും ഒരു ലോക്ക് കുടുങ്ങിയ പോലെ ആയിപ്പോയി. ആ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് ഞാൻ കണ്ടിരുന്നു. ആ ലോക്ക് കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ എന്തായാലും 10-ാം തീയതി ചെയ്തിരിക്കണം. എന്ത് വില കൊടുത്ത് നിങ്ങൾ അത് ചെയ്തിരിക്കണം. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഞാനത് നോക്കി. സ്വർണം കൊണ്ട് വെച്ചിട്ടെങ്കിലും അത് ചെയ്തേക്കണം എന്ന് പറഞ്ഞത്. ഒരു 2 ലക്ഷം രൂപ വരെ എനിക്ക് അത് ഒപ്പിക്കാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ളതിന് എനിക്ക് ഒരു രക്ഷയും കിട്ടില്ല. കാരണം സ്വർണം കിട്ടണം, കിട്ടിയേ പറ്റൂ. അത് ചെയ്തിട്ട് മതി ബാക്കി എന്ത് കാര്യം. നിങ്ങളെ കൊണ്ട് പറ്റുമോ? അത് ഉറപ്പാണ്. പറ്റണം. ഞാനത് ചെയ്യും. അത് എനിക്കത് യൂണിവേഴ്സ് അത് നോക്കി തരും. ഞാൻ ആ ഒരു കോൺഫിഡൻസ്. പിന്നെ ഞാൻ നിങ്ങൾ ഒന്നാ ലോക്കിന് വിട്ടേക്ക്. ആ ലോക്കിൽ നിങ്ങൾ കുടുങ്ങി കിടക്കണ്ട. അതിനൊന്നും മനഃപൂർവ്വം വിട്ടേക്ക്. അതിലെന്ത് തന്നെ നഷ്ടം വന്നാലും നിങ്ങൾ നോക്കാതെ നിങ്ങൾ ആ ലോക്കിനെ ഒഴിവാക്കിയിട്ട് അത് ചെയ്തേക്ക്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം മാറുന്നതാണ്. ആ കർമ്മദോഷത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. അത് നമ്മളെ വലയം ചെയ്തിരിക്കണം. അതൊന്ന് ഇറക്കണം. അതിനകത്ത് പുറത്ത് ചക്രവ്യൂഹത്തിൽ പെട്ട പോലെയാണ്. അതിനകത്ത് നിന്ന് പുറത്ത് കിടക്കും. അത് എന്ത് വില കൊടുത്ത് നിങ്ങൾക്ക് എന്ത് നഷ്ടം വന്നാലും പോട്ടെ, അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം. ആ ഫോട്ടോ ഒന്ന് അയച്ചോളൂ. നമുക്കൊന്ന് ഗ്രൂപ്പിലെല്ലാം അവാർഡ് ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ നാളെ കിട്ടും. ഞാൻ പിന്നെ ഫോണിൽ എടുത്തത് വായിക്കണ്ടെന്ന് കരുതിട്ടാ. കാരണം നേരിട്ട് സന്തോഷം. താങ്ക് യു. ഒരു കാര്യം ചോദിച്ചോട്ടെ? നമസ്കാരം സർ. നമസ്കാരം. ഞാൻ ശ്രീജ പാലക്കാട്. ശ്രീജ പറഞ്ഞോ. ഞാന് സാറിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് എന്റേതായ കാര്യങ്ങൾ ഏപ്രിൽ 21-ാം തീയതിയാണ് മോളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. ഇതേവരെ ഒന്നും ആയിട്ടില്ല. ഞാൻ 2020 മെഡിറ്റേഷൻ കഴിഞ്ഞു. മോളുടെ കല്യാണത്തിലേക്ക് എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിലേക്ക് ഞാനൊന്നും പറയില്ല. പറഞ്ഞോളൂ. വലിയ വിഷയമല്ലേ? അഭിമാനം വലിയ വിഷയമാണ്. പക്ഷെ അതല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കില് പറയുമ്പോ എല്ലാവർക്കും ഒരു ടീച്ചറാണ്. പക്ഷെ ആ ടീച്ചറുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സംഭവമാണ്. കാരണം ടീച്ചർ പറയുമ്പോ എല്ലാരും വിചാരം സാലറി ചർച്ചക്കില്ല. കാരണം ഞാൻ തീരെ അംഗീകരിക്കാത്ത ഒരു കോൺസെപ്റ്റിലേക്ക് ഞാൻ ചർച്ചക്കില്ല. നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളല്ലാത്ത ഒന്നിനെ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ വിഷയങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ദയവായി ആ കാര്യത്തിൽ ചർച്ചക്കില്ല. എല്ലാം ഭംഗിയായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എല്ലാം മംഗളമായി മാറട്ടെ. അതിനുവേണ്ടി എന്റെയും പ്രാർത്ഥന കേട്ടോ. താങ്ക് യു. ഞാൻ ഇനി വേറെ എന്തും ചെയ്യാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ സാർ? പറഞ്ഞോ. പിന്നെ ഞാൻ ഇത് ആ സ്റ്റേ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് അഫർമേഷനോ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടോ? ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊന്നും കൂടുതൽ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ഇപ്പൊ എന്താണോ ചെയ്യുന്നത് അതേപോലെ പ്രോസസ് ചെയ്തു. വേറെ അഫർമേഷൻ ഒന്നും പ്രത്യേകിച്ച് ഇല്ല, ഒന്നുമില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ? സുഭാഷിനി പറഞ്ഞോ. സാറേ, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒന്നും ഒരു അസറും ഉണ്ടാകുന്നില്ല. അഫർമേഷൻ ചെയ്താലും ഒരു പ്രയോജനവും പറ്റുന്നില്ല. സാറേ, എത്ര കാലമായി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പം 2 മാസമായി. 2 മാസം. നേരത്തെ എന്താ വേണ്ടത്? മെഡിറ്റേഷൻ അഫർമേഷൻ ദിവസം വായിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, പക്ഷെ ഒന്നും ഫലിക്കുന്നില്ല. അയ്യോ, എനിക്ക് ഇച്ചിരി കുറെ 1.5 ലക്ഷം രൂപ കിട്ടാനുണ്ട്. പണയം ഒരു 3 ലക്ഷത്തിന്റെ പണയം ഉണ്ട്. അതിലെ എടുക്കണം. പിന്നെ ഇച്ചിരി പൈസ കിട്ടാനുണ്ട്. പൈസ കിട്ടാനുള്ളത് കിട്ടാനുണ്ട് 1.5 ലക്ഷം രൂപ. കൊടുക്കാനൊന്നുമില്ല. നിങ്ങൾ ഭാഗ്യവതി. എന്താ നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്താ വേണ്ടത്? ഒരവസരം വരുന്നില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്തിനാ മെഡിറ്റേറ്റ് ചെയ്യുന്നത്? ആ പൈസ കിട്ടണം, എന്റെ പണയം എടുക്കണം. പൈസ കിട്ടാൻ വേണ്ടി മെഡിറ്റേറ്റ് ചെയ്ത പൈസ കിട്ടില്ല. അങ്ങനെ അല്ല, അതൊക്കെ വിട്. ഇതൊക്കെ വിട്. നിങ്ങൾക്ക് എന്താ ആവശ്യം? മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ആവശ്യം?
നിങ്ങൾക്ക് എന്ത് മെഡിറ്റേഷൻ ചെയ്യാൻ വൈബ്രേഷൻ ഒന്നും പറ്റില്ല. എന്ത് വൈബ്രേഷൻ മെഡിറ്റേഷൻ ചെയ്താൽ വരുന്നില്ലെന്നായി പറയണേ. ഒരസറും വരുന്നില്ല മെഡിറ്റേഷൻ ചെയ്ത്. പറ്റുന്നില്ല, ബഫർ വരുന്ന മെഡിറ്റേഷൻ ചെയ്യാൻ കാര്യമില്ല. പറ്റുന്നില്ല. നിങ്ങൾ ഈ ബഫർ എന്താ ഉദ്ദേശിക്കുന്നത് മെഡിറ്റേഷൻ കൊണ്ട്? മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് എന്താ പറ്റാത്ത? എന്താ സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കുന്നു? അത് സാർ ഇത് അല്ല എന്താ ബ്രീത്ത് എടുക്കാൻ പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും പറ്റുന്നില്ല. ബ്രീത്ത് എടുക്കാൻ പറ്റുന്നില്ലേ? ബ്രീത്ത് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ബാക്കി ഒന്നും പറ്റുന്നില്ല. എന്താ ഈ ശരീരത്തിൽ പറ്റാത്തത്? നിങ്ങൾ ഈ പറ്റുന്നില്ല, എന്താണ് ഈ പറ്റാത്തത്? ബ്രീത്ത് എടുക്കാൻ പറ്റുന്നുണ്ട്, ബ്രീത്ത് എടുക്കാൻ പറഞ്ഞു, ബ്രീത്ത് എടുക്കാൻ പറ്റുന്നുണ്ട്, ശരിയല്ലേ? പക്ഷെ ഒരസറും വരുന്നില്ല എന്നുള്ളതാ. അല്ല ബഫർ വരുന്നതിന് മുമ്പത്തെ നിങ്ങൾക്ക് പറ്റാത്തത് എന്താണ്? നിങ്ങൾക്ക് ഈ ബഫർ എന്താന്ന് അറിയണ്ടേ? എന്ത് വൈബ്രേഷൻ എന്താന്ന് അറിയണമെങ്കിൽ ഇത് എന്താ നിങ്ങൾക്ക് സംഭവിക്കുന്നത് അറിയണ്ടേ? വൈബ്രേഷൻ ഒന്നും തന്നെ വരുന്നില്ല. അങ്ങനെ വൈബ്രേഷൻ വരണമെങ്കിൽ ഇത് മിഷൻ അല്ലല്ലോ മാം, നമ്മൾ ശരീരമല്ലേ. ആദ്യം ഈ സാധനം എഫക്ട് ആവണ്ടേ? വൈബ്രേഷൻ മാഡം കേൾക്കുക, ഞാൻ ശരിക്കും രാവിലെ ഇത് മെഡിറ്റേഷൻ നിങ്ങൾ രാവിലത്തെ മെഡിറ്റേഷൻ ഉണ്ടോ എന്റെ കൂടെ? അല്ല, അത് അല്ലാതെ നോക്കുന്നുള്ളൂ, അതിനകത്ത് കിട്ടുന്നില്ല, എനിക്ക് എന്റെ ഫോണിൽ കിട്ടുന്നില്ല അത്. ആഹാ, അതെന്ത് ഫോണാ നിങ്ങളുടെ കയ്യിലുള്ളത്? യൂട്യൂബിനകത്ത് വരുന്നത് നോക്കുന്നുള്ളൂ. യൂട്യൂബിനകത്ത് വരുന്നത് നോക്കുന്നുള്ളൂ. യൂട്യൂബിനകത്തുള്ളതേ അതിനിപ്പോ യൂട്യൂബിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് ഇട്ട മെഡിറ്റേഷനെ പറ്റി ഞാൻ ഇവിടെ നിങ്ങളോട് ക്ലാസ്സിൽ സംസാരിക്കുന്നത് വല്ലത് ഉചിതമാണോ? അതറിയില്ല. അത് ഉചിതമല്ല. കാരണം മെഡിറ്റേഷൻ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഒരു 250-300 ആൾക്കാർ രാവിലെ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഞാൻ പഠിപ്പിക്കുകയാണ്, മെഡിറ്റേഷൻ പഠിപ്പിച്ച് മെഡിറ്റേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിലില്ലാത്ത നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ട് മെഡിറ്റേഷൻ ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്താ പറയാ? നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നോ ഏത് പൊസിഷനാണ് ഫീൽ ചെയ്യുന്നതെന്നോ നിങ്ങൾ ഇതൊന്നും എനിക്ക് അറിയില്ലല്ലോ. പറയുന്നത് ഒരു ഉചിതമായ രീതിയല്ലല്ലോ. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെ കിടന്ന് ഇതാവുന്ന സാധനമൊന്നും അല്ല മാഡം. അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്ത പൈസ കിട്ടുന്നൊന്നും ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പിന്നെ പറയേണ്ടി വരും മെഡിറ്റേറ്റ് ചെയ്തിട്ടൊന്നും അല്ല പൈസ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും പോയി നമ്മുടെ ആൽബരമോ അല്ലെങ്കിൽ അമ്പലത്തിനോ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ പോയി എല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുമല്ലോ, എനിക്ക് പൈസ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് പോസിബിൾ ആയ കാര്യമാണോ? അങ്ങനെയൊന്നും ഇല്ല. അഫർമേഷൻ ഫലിക്കാൻ നിങ്ങൾ അഫർമേഷൻ എങ്ങനെയൊക്കെ എഴുതിയത്? അതിനൊക്കെ കുറെ നിയമങ്ങളൊക്കെ പാലിച്ച ഓക്കെ സോറി എന്താന്നറിയോ, നിങ്ങൾ ഈ കോൺസെപ്റ്റുകൾ ഒന്നും മനസ്സിലാക്കാതെയാണ് ഈ പറയുന്നത്. നമ്മൾ കൃത്യമായി കോൺസെപ്റ്റുകളെ പഠിപ്പിച്ചു തരുന്നുണ്ട്, ഇന്നതാണ് ഇതിനകത്ത്. അപ്പൊ നിങ്ങൾ ആ കോൺസെപ്റ്റുകൾ കേൾക്കാത്ത അഫർമേഷൻ മാത്രം കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ വർക്ക് ചെയ്യും? നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഇലയില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ നിലത്ത് വിളമ്പിയാൽ കഴിക്കാൻ പറ്റില്ലല്ലോ. അതിനൊരു പ്രൊസീജിയർ ഇല്ലേ? ആ പ്രൊസീജിയറുകൾ ഫോളോ ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. വൈബ്രേഷണൽ ഈ അഫർമേഷൻ വർക്ക് ചെയ്യുന്നത് വൈബ്രേഷണൽ തലം ഉയർത്തുകയാണ് ചെയ്യുന്നത്. വൈബ്രേഷൻ തലം ഉയർത്തണമെങ്കിൽ അതിന്റെ പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമല്ലേ മാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പാകിസ്ഥാനെ തകർക്കാൻ ഇന്ത്യക്ക് പറ്റുകയാണെങ്കിൽ ഇന്ത്യയിൽ എല്ലാവരും കൂടി അഫർമേഷൻ പ്രാക്ടീസ് ചെയ്താൽ പോരെ? അങ്ങനെ പറ്റുമോ? അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ ഇത്ര ശക്തമായ സനാതനധർമ്മത്തിൽ എല്ലാവരും കൂടി മെഡിറ്റേറ്റ് ചെയ്ത് അങ്ങനെയൊന്നും അല്ലല്ലോ അത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെതായ ഒരു സിസ്റ്റം ഉണ്ട് ലോകത്ത്. അതിന് പ്രപഞ്ച നിയമത്തിനെതിരായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ നിയമത്തിന് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യണം. അപ്പോഴാണ് വർക്ക് ചെയ്യുക. ബീന ചോദിച്ചു, ബീന സംസാരിക്കാൻ പറ്റും. ബീന അൺമ്യൂട്ട് ചെയ്തോ. ബീന NK അല്ല KN. ബീന KN അൺമ്യൂട്ട് ചെയ്തോ. ഇല്ല. നമസ്കാരം സാർ. സുജ പറഞ്ഞോ. സാർ, ഞാൻ 2 ദിവസമായി സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് യൂട്യൂബ് കണ്ട് സാറിന്റെ ക്ലാസ് കണ്ടിട്ടാണ് കയറിയത്. എന്റെ മകന് UK-ലാണ് പഠിക്കാൻ പോയി. ഇപ്പം നവംബറിൽ അവന് വിസ തീരും. അപ്പൊ ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല. ചെറിയ പാർട്ട് ടൈം ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഇതുവരെ ജോലിയൊന്നും ആയില്ല. സാമ്പത്തിക ബാധ്യതകളുണ്ട്. ഭയങ്കര വിഷമത്തിലായിരുന്നു. സാറിന്റെ ക്ലാസ് കണ്ടു തുടങ്ങിയപ്പോ ചെറുതായിട്ട് ഒരു ഭാരം ഒഴിവാകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. UK-യിലേക്ക് ഇപ്പൊ എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെ ഉണ്ടല്ലേ? UK പോയവർക്ക് എല്ലാവർക്കും തിരിച്ചു വരാനേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അവിടുത്തെ അവസ്ഥ വളരെ വിഷയം. തിരിച്ചു വന്നേ പറ്റുള്ളൂ.
ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞാല് അതൊരു ഇപ്പൊ റെക്കോർഡിംഗിലായതുകൊണ്ട് അത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പൊതുവെ ഈ മൈഗ്രേഷനെ പറ്റി ഞാൻ ഒന്നും സംസാരിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ പിറകിലുള്ള മാഫിയ സിസ്റ്റത്തെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയ ഗവൺമെന്റ് മിണ്ടുന്നുമില്ല എന്നുള്ളതാണ്. നമ്മള് അക്കരെ പച്ച തേടി ഞാൻ ഒന്നും പറയില്ല, സോറി, അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. ഏതാനും സന്തോഷപൂർവ്വം അവൻ നന്നായിട്ട് പഠിച്ചിട്ട് വരട്ടെ, എന്നിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോട്ടെ. പഠിത്തം കഴിഞ്ഞു സാർ, പഠിത്തം കഴിഞ്ഞു. ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റും, പ്രാർത്ഥിക്കുക കേട്ടോ. ഞാൻ പറയട്ടെ സാറേ? പത്മിനിശ്വൻ പറഞ്ഞോ, പത്മിനിശ്വൻ പറഞ്ഞോ, പറയട്ടെ സാറേ? പറഞ്ഞോ പത്മിനിശ്വൻ പറഞ്ഞോ. ആ സാറേ, എനിക്ക് ഇടയ്ക്കെനിക്ക് ഇത് നിന്നു പോണു. അത് കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ അന്നേരം പറയാതിരുന്നത്, ആദ്യം പറയാതിരുന്നത്. നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ്, പറഞ്ഞോ. സാറേ, എനിക്ക് ആ എറണാകുളത്തെ കൊച്ചി പ്രോഗ്രാമിന് ശേഷം എന്റെ ശരീരത്തിന് ഭയങ്കര സമാധാനായി. നടുവരെ കാലുവരെ ആകെ അസ്വസ്ഥതയായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി എനിക്ക് സുഖമായി സാറേ. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. വേറെ എനിക്ക് പണത്തിന്റെ കാര്യമല്ല ഞാൻ മുഖ്യമായിട്ട് എടുത്തേക്കണം. പണം എനിക്കിങ്ങനെ ആവശ്യത്തിനൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്റെ മകന്റെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല, അതാണ്. എത്ര വയസ്സായി? എത്ര വയസ്സായി? നടന്നു കിട്ടിയിട്ട് എത്ര വയസ്സായി? എത്ര വയസ്സായി? എത്ര വയസ്സായി? 30 വയസ്സായി. 30? 40 വയസ്സ്. 40 വയസ്സ്. 40 വയസ്സ്. അതാണ് പ്രശ്നം. ഓക്കെ, ഒന്ന് നേരിട്ട് സംസാരിക്കാം നമുക്ക്. അഡ്മിനെ വിളിച്ച് സംസാരിക്കും, നേരിട്ട് സംസാരിക്കാം നമുക്കത്. നേരിട്ട് സംസാരിക്കാം കേട്ടോ. അഡ്മിനോട് പറഞ്ഞാൽ മതി. ശരി സാറ്. ഞാൻ പുതിയ എന്തെങ്കിലും ചെയ്യണോ, കോഴ്സുകൾ വല്ലതും? ആര്? ശ്രീജ പാലക്കാട്. ശ്രീജ പാലക്കാട് എന്തിനാ കോഴ്സ് ചെയ്യുന്നത്? എന്ത് ചോദിച്ചത്? ഇപ്പൊ ചോദ്യം എന്തായിരുന്നു? ഞാൻ 2020 മെഡിറ്റേഷൻ കഴിഞ്ഞു, ഇനി വേറെ വല്ലതും ചെയ്യണോ എന്നുള്ളതാണ്. എല്ലാം നിങ്ങൾക്ക് തരാൻ വേണ്ടിയല്ലേ ഞാൻ ഇച്ചിരിക്കുന്നത്. എന്ത് വേണേ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അല്ല, എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. ഞാൻ കുറച്ച് ഗോൾഡ് വെച്ചിട്ടുണ്ട്, അത് എത്രയും പെട്ടെന്ന് എടുത്ത് കിട്ടണം. ഇപ്പോഴുള്ള മണി സൈക്കോളജി ഓഫ് മണി, ഇത് മണി സീക്രട്ട് ഓഫ് മണി നോക്കാറില്ലേ? ചെറിയ പൈസയല്ലേ ഉള്ളൂ. അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ കോഴ്സ് നോക്കുക, നിങ്ങൾ പഠിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായതെന്ന് അറിയാതെ ഞാനിപ്പോ ഇന്ന കോഴ്സ് ചെയ്യണമെന്നും ഇപ്പൊ എനിക്ക് നേരിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾ വരുമാനം എന്താണ്, വരുമാനത്തിന് മാർഗം എന്താണ്, അതൊക്കെ നോക്കണ്ടേ? വരുമാനം ഇപ്പൊ ഓൾറെഡി 15,000 PF കൂടി പിടിച്ച് 15,000 രൂപയാണ് വരുമാനം ഉള്ളത്. സ്പെഷ്യലിസ്റ്റ് അധ്യാപികയാണ് BRCയിൽ. എന്താണ് അത് സംഭവം? എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ്. സ്പെഷ്യലിസ്റ്റ് അധ്യാപിക എന്ന് വെച്ചാൽ എന്താണ്? അതായത് ക്രാഫ്റ്റ്, പിന്നെ നീഡിൽ വർക്ക് അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്ന അധ്യാപികയായിട്ട് സ്കൂളിൽ വർക്ക്, ഗവൺമെന്റ് സ്കൂളുകളുടെ. അതിൽ ഞങ്ങളുടെ സാലറി ഫസ്റ്റിൽ 35,000 രൂപ ഉണ്ടായിരുന്നു. അതിനെ നേരെ വെട്ടി കുറച്ച് 7,000 രൂപയ്ക്ക് ഗവൺമെന്റ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും സമരം വെച്ച് ഇപ്പൊ ആഴ്ചയിൽ 3 ദിവസം 15,000 സാലറി ആക്കി മാറ്റി, PF അടക്കം. നമുക്ക് സംസാരിക്കാതെ അതായിട്ട് ഒരു മിനിറ്റ് പിന്നെ സംസാരിക്കാം അതിനെ പറ്റിട്ട്. എനിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് പിന്നെ സംസാരിക്കും. ബീന ഒന്നുകൂടി മ്യൂട്ട് ചെയ്ത്. ബീന സംസാരിക്കാൻ അൺമ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ. ബീന KN, നിങ്ങൾ സംസാരിക്കാൻ ചോദിച്ചുകൊണ്ടാണ് പഠിക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. പറഞ്ഞു ബീന. സാർ താങ്ക് യു. ഞങ്ങള് 2-3 ദിവസമായി സാറിന്റെ ക്ലാസ് കേൾക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ സാർ? യെസ്, കേൾക്കാം.
ഞങ്ങളപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഇത് കേൾക്കുന്നത്. ഞങ്ങൾ വളരെ പ്രയാസത്തിലും പ്രശ്നങ്ങളിലും ഒക്കെയുള്ള രണ്ടുപേരാണ്. ഒരു 1.5 വർഷം മുമ്പ് എന്റെ ഒരു കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. എവിടെ നിന്ന് തുടങ്ങണമെന്ന് എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം. അപ്പൊ അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് സാറിന്റെ ഒരു വിലയേറെ അഭിപ്രായം കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഞാനും എന്റെ ഒരു ചേച്ചിയും കൂടെയാണ് താമസിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് ഒരു വർഷമാകുന്നു ഒരു ആക്സിഡന്റ് കേസിൽ മരണമടഞ്ഞു. അപ്പം കുറെ ലോണും കാര്യങ്ങളും അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം സാറിന്റെ ഒരു അഭിപ്രായങ്ങളും അങ്ങനെയൊന്ന് ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് വിളിച്ചത്. സാർ കേൾക്കാൻ പറ്റുന്നുണ്ടോ സാർ? അപ്പൊ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം. സാർ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്? ചെറിയൊരു മുഴുവനായിട്ട് പറയാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒരു ഐഡിയ പറയൂ. എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വിഷയം? ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് സാർ 1 വർഷമാണ്. അപ്പൊ ഞങ്ങൾക്ക് കുറെ വീട് പണിയാനായിട്ട് ലോണൊക്കെ എടുത്ത് കുറെ ലോണുണ്ട്. അപ്പൊ ഇപ്പം വേറെ ഇല്ല, കൂലിയില്ല. ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. ആരോഗ്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ തന്നെ എപ്പോഴും ശരീരം കൊണ്ട് യാതൊരു സുഖവും ഇല്ല. ഭയങ്കര വേദനകളെ ബുദ്ധിമുട്ട്. സാമ്പത്തികമാണ് വിഷയം. സാമ്പത്തികം കൂടുതൽ വിഷമം സാമ്പത്തികം തന്നെയാണ്. അങ്ങനെ പിന്നെ എന്റെ ചേച്ചിയുണ്ട്. ചേച്ചിക്ക് ക്യാൻസർ ആയിരുന്നു. ചേച്ചിയുടെ വയറ്റിൽ ഇങ്ങനെ യൂട്രസ് ഒക്കെ റിമൂവ് ചെയ്തതാണ്. അപ്പൊ ചേച്ചിയാണ് എനിക്കിപ്പോ ഒരു ചെറിയ ബിസിനസ് പോലെ തുടങ്ങിയിട്ടുണ്ട്. വീട്ടിലിരുന്ന് ഇങ്ങനെ അച്ചാറുകൾ ഉണ്ടാക്കി കടയിൽ കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ അതിന് ഒരു പ്രോഗ്രസ് വേണം. നമുക്ക് മനസ്സമാധാനവും സന്തോഷമൊക്കെ വേണം. അതിനുള്ള ഒരു മെഡിറ്റേഷന് വഴികൾ സാർ പറഞ്ഞു തരണം. സത്യം പറഞ്ഞാൽ ഒന്നിനെ കുറിച്ച് നമുക്ക് വലിയൊരു അറിവില്ല. അല്ല, ഇതിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ട് ഞാനിപ്പോ പറഞ്ഞു തരണമെങ്കിൽ നല്ലൊരു സമയം എടുക്കൂല. അതിനേക്കാളും നല്ലത് നിങ്ങൾ ക്ലാസ്സുകൾ എല്ലാ ദിവസവും കേൾക്കുന്നല്ലേ? കേൾക്കുന്നുണ്ട്. അപ്പൊ സാറിനോട് ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം എങ്ങനെയാണ് സാർ? നമ്മുടെ സാറിനോട് പറയാനുള്ള എന്താ വിഷയം എന്ന് വെച്ചാല്, ഞാൻ ഓപ്പണായിട്ട് പറയാം, ഞാൻ ഡ്യൂട്ടി ഉള്ള ഒരാളാണ്. എനിക്ക് നല്ല തിരക്കുള്ള ഒരു സമയത്താണ് ഡ്യൂട്ടി ഉണ്ട്. അതിന്റെ ഇടയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഒരു ദിവസം മാക്സിമം ഒരാഴ്ചയിൽ 4 or 5 പേരോടെ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ആൾക്കാരുണ്ട്. പിന്നെ അപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ ആ സമയത്തിനനുസരിച്ച് ഒരു ചാർജും ഉണ്ടാവും. അപ്പൊ ഓൾറെഡി നിങ്ങൾക്കൊരു സാമ്പത്തിക ഇതിലുള്ള ഒരാള് നിങ്ങൾക്ക് അങ്ങനെ കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് കേൾക്കുക. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. പിന്നെ എന്റെ പെയ്ഡ് സെഷനിലേക്ക് വരുന്നവർ വേറെ ഉണ്ട്. അവരൊന്നും ഇപ്പൊ ഇവിടെ വരുന്നില്ല. അവർക്ക് ആവശ്യമില്ല. വേണമെങ്കിൽ മാത്രം അവിടെ വന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ഞാൻ ഈ ഫ്രീ സെഷനിൽ തരുന്നുണ്ട്. അതിന്റെ മുകളിൽ വേണമെങ്കിൽ പെയ്ഡ് സെക്ഷനിലേക്ക്. അപ്പൊ അത് ആലോചിക്കുക, എന്നിട്ട് തീരുമാനിക്കുക. അങ്ങനെ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പേ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു അഡ്മിനോട് സംസാരിച്ചാൽ മതി. അവർ സമയം അഡ്ജസ്റ്റ് ചെയ്ത് തരും. കേട്ടോ? ഏതായാലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് തന്നെ സംസാരിച്ചാലും ഞാൻ കുറച്ച് ഐഡിയ പറഞ്ഞു തരാം. പക്ഷെ മാറ്റം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. തീർച്ചയായും സാർ ചെയ്യാം. സുജ സംസാരിച്ചു. സുജ ഒരുപാട് നന്ദിയുണ്ട് സാർ. പിന്നെ ഞാൻ സാറിനോട് സംസാരിച്ചായിരുന്നു. അപ്പം ഞാൻ ഒരു ചെറിയ കടയുടെ കാര്യം പറഞ്ഞായിരുന്നു. അതിൽ കുറച്ച് സാധനമൊക്കെ കൊണ്ടുവച്ചു. അത് എഗ്രിമെന്റ് ആയില്ല. എഗ്രിമെന്റ് എഴുതിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ പാർട്ണർ ഭയങ്കര ഇപ്പൊ എന്തുവാ നല്ല ഒരു സംസാരമൊക്കെ ഭയങ്കര ഒരു അട്രാക്റ്റീവ് മോഡിലാണ്. ഭയങ്കരമായിട്ടൊരു എന്തോ ഒരു എനർജി വന്ന പോലെ. എനിക്ക് ഒരു പിണക്കവും ഞാൻ കാണിക്കുന്നില്ല ഒരു തരത്തിലും. അത് ഭയങ്കര ഒരു സന്തോഷം. രണ്ടുപേരും ആ പഴയ ഒരു രീതിയിലോട്ടൊന്ന് പോകുന്ന ആ ഒരു മെന്റാലിറ്റി ആയിട്ടുണ്ട് തുടക്കം. അതിന് ഒരുപാട് നന്ദി. പിന്നെ ഞാൻ സാറിനോട് വണ്ടിക്ക് ബ്രേക്ക് ഇല്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ. രാത്രി വന്നു. പക്ഷെ പിറ്റേ ദിവസം നോക്കിയപ്പോഴത്തേനും വണ്ടിക്ക് ബ്രേക്ക് ഉണ്ട്. വർക്ക്ഷോപ്പിലും കൊണ്ടുപോയി സാറേ. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവര് പറയുന്നു ബ്രേക്ക് ഉണ്ടെന്ന്. അത് മനസ്സിൽ ഒരു സാറിനോട് സംസാരിച്ചു മനസ്സിൽ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അത് പൂർണ്ണത. അതുപോണക്ക് ഇന്നൊരു ഭയങ്കര അതുപോണക്ക് ഒരു മിറാക്കിൾ സംഭവിച്ചു. കൊല്ലത്തിന് പോയതാ, സ്കൂട്ടറിൽ പോയി. എനിക്ക് 2-3 ദിവസമായിട്ട് മുട്ടിന് ഭയങ്കര വേദന. എനിക്ക് നടക്കാനൊന്നും ഒക്കുന്നില്ലായിരുന്നു. സ്കൂട്ടറിൽ ഇരുന്ന് തന്നെ ഞാന്
ഒത്തിരി ഒന്നും പറഞ്ഞില്ല സാറേ. മനസ്സിൽ ശരിക്കും ഞാൻ ആ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. ഞാൻ എന്റെ കാലുകൾ കൊണ്ട് ഓടി നടക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് അഫർമേഷൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എന്റെ കാലിന്റെ വേദന മൊത്തം പോയി. ഇതുവരെ പിന്നെ എനിക്ക് വേദന വന്നിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് സാറ് പറഞ്ഞ ഒരു 1% ഞാനത് ചെയ്തിട്ടുള്ളൂ പല കാര്യങ്ങളും. അപ്പൊ എനിക്ക് തന്നെ അറിയാം, എന്നിട്ട് ഇത്രയും ഫലം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ സാറ് പറയുന്ന പല കാര്യങ്ങളും ചെയ്താൽ എന്തായിരിക്കും എന്നും എനിക്കറിയാം. അത് ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ എങ്കിലും അത് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടി തന്നെയാ പറയുന്നത്. എന്റെ മെഡിറ്റേഷന് ഞാൻ അങ്ങനെ കയറുന്നോന്ന് ചോദിച്ചാൽ കയറുന്നുമില്ല. എന്നാലും എനിക്കറിയത്തില്ല സാറേ, ഭയങ്കരമായിട്ട് എനിക്ക് ആരോടും ഇപ്പൊ പിണക്കമില്ല. നേരത്തെ ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു വയ്യാഴി വന്ന് അയ്യോ വയ്യായെ ഒരു 10 പേരോട് പറയും. ഇപ്പൊ അങ്ങനല്ല, എനിക്ക് ആവൂ എന്ന് തന്നെ ഈ വിളിക്കുന്നവരോടെല്ലാം പറയുന്നത്. എനിക്ക് ആ വയ്യാഴി എന്നുള്ള ഇത് കാര്യം എല്ലാം അങ്ങ് മാറ്റിയേക്കുക. എന്റെ മനസ്സിൽ പോലും അതിപ്പോ എനിക്ക് ഒന്നും വരുന്നില്ല. അതുപോലെ ആരോടും ഒരു ദേഷ്യവും വരുന്നില്ല. അവരെന്നോട് എന്തെങ്കിലും കാണിക്കുന്നെങ്കിൽ പോലും എനിക്കത് തോന്നുന്നില്ല, ഒന്നും തോന്നുന്നില്ല. എനിക്കറിയത്തില്ല എവിടുന്ന് കിട്ടി. ഒരുപാട് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല സാർ. ഞാൻ സുജയോട് അന്ന് സംസാരിച്ചപ്പോ കൃത്യമായി പറഞ്ഞിരുന്നു, സുജ വിചാരിക്കുന്ന ആളല്ല. നിങ്ങൾ ആ കിടന്ന് പുറത്തിറങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. നമ്മൾ ആ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ബ്രേക്ക് ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, സുജ വിചാരിക്കുന്ന പോലെ അല്ല സുജയുടെ കയ്യിലുള്ള കഴിവ്. അതൊന്ന് പുറത്തെടുത്ത്, അത് എവിടെയൊക്കെയോ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളാ. അതൊന്ന് വിട്ടുകൊടുത്താൽ മാത്രം മതി. പോന്നോളൂ. സാറേ എനിക്കറിയാം, ഞാൻ തന്നെ പിടിച്ചു വെച്ചേക്കും. എന്നോട് തന്നെ ഞാൻ വാശി കാണിക്കുന്ന പോലെ ഒരു പിടുത്തം. അത് പിന്നെ സാറിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞു. ഒന്ന് വഴക്ക് പറയാനും എല്ലാരും പറയത്തില്ല മെന്റർ വേണം. സത്യമാണ് സാറേ, അത് ഏറ്റവും വലിയ സത്യമാണ്. അതുപോണക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു തെറ്റ് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറഞ്ഞു തരാനും, അത് പറഞ്ഞു തരുന്നതിന് ഒരു രീതിയുണ്ട്. അത് ആ സാർ ആ രീതി പറഞ്ഞു തരുമെന്നുള്ളതാണ്. അത് ഒരു ഭയങ്കര ഒരു പോസിറ്റീവാ സാർ. നമുക്ക് സാറിനോട് ദേഷ്യമായിട്ട് അല്ലെങ്കിൽ സാർ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ഒരു ഇതുപോലും തോന്നത്തില്ല. ദേഷ്യമായിട്ട് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്തെടുത്ത് അത് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് എന്തൊക്കെ പറയണമെന്നൊന്നും അറിയത്തില്ല സാർ. മറ്റുള്ളവർക്ക് സമയം കൊടുക്കും. താങ്ക് യു. സജീവ് സംസാരിച്ചോ. സജീവിനോട് മുട്ടി നിൽക്കുന്നു. നല്ല സജീവ് സംസാരിച്ചോ. സജീവ് സംസാരിക്കൂ. സാർ, എന്റെ മകളുടെ കാര്യം പറയാനാ. അവള് മെയ് 4-ാം തീയതി എക്സാം ആണ്. ഇപ്പൊ അവൾക്ക് നല്ലോണം പഠിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര കുഴപ്പമാണ്. ഇപ്പൊ പഠിക്കുന്നതിന് ഒരു ഉത്സാഹവും ഇല്ല, ഒരു ഉഷാറ് കുറവാണ്. മറ്റേ നല്ല പഠിക്കുക, നല്ല മാർക്ക് ഇതുവരെല്ലാം പഠിച്ചവരെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ഒക്കെ നല്ല ഇതായിരുന്നു. പക്ഷെ ഇപ്പം അയാള് എൻട്രൻസിന്റെ കോച്ചിങ്ങിന് വേണ്ടിയല്ല പഠിച്ചുകൊണ്ടിരിക്കുക. ഓൺലൈൻ ക്ലാസ് ആണ്. പക്ഷെ അതിനകത്ത് ആദ്യമൊക്കെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര ആണ്, കുഴപ്പമാണ്. എക്സാം കഴിഞ്ഞോ? ഇല്ല, മെയ് 4-ാം തീയതിയാണ് സാർ. നിങ്ങൾ എക്സാം എഴുതിച്ചോ? അല്ല, ഇത് രണ്ടാമത്തെ ഇതാണ് സാറേ, റിപ്പീറ്റ് ചെയ്ത്. അല്ല, അവളിപ്പോ പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. നിങ്ങൾ അവളെ കൊണ്ട് എക്സാം എഴുതിച്ചിട്ട് മാർക്ക് നോക്കി. ഹലോ, നിങ്ങള് അവളെ ഉഴപ്പാണെന്ന് തീരുമാനിച്ചത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അത് നമ്മള് കാണുമ്പോ അവള് പഠിത്തം ഇല്ല സാറേ. ഞാൻ ചോദിച്ചത് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, വളരെ ലളിതമായി ചോദിക്കും. അവൾ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് സജീവ് അവൾക്ക് എക്സാം എഴുതിച്ച് ഫെയിൽ ആക്കിയോ? സൗണ്ട് കിട്ടുന്നില്ല കാരണം. എന്നാ പിന്നെ സംസാരിക്കാം കേട്ടോ. ഞാനിപ്പോ ഇത്രയും സൗണ്ടിൽ പറഞ്ഞിട്ട് ഞാനിപ്പോ എന്താ ചെയ്യാനിപ്പെടുന്നത്? സൗണ്ട് വരുന്നില്ല, സൗണ്ട് ഇങ്ങോട്ട് കിട്ടുന്നില്ല, വെട്ടി. അടുത്ത ആൾ സംസാരിച്ചോ. ഇതിപ്പോ എപ്പോഴും ഉള്ള അവസ്ഥയാണ്. ഹലോ സാർ, ഞാൻ സംസാരിക്കട്ടെ സാർ? ബിന്ദു സംസാരിച്ചോ. ബിന്ദു പറ. സാർ, ഗുഡ് ഈവനിങ് സാർ. എന്റെ പേര് ബിന്ദു. സാർ, ഞാൻ 3 മാസമായി മെഡിറ്റേഷൻ കയറിയിട്ട്. മെഡിറ്റേഷൻ ഒക്കെ എനിക്ക് നല്ല ഇതാണ്. പക്ഷെ എനിക്ക് പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല സാർ. എന്നും പൈസ വരുന്നുണ്ട്. മെഡിറ്റേഷൻ നല്ലതാണ്. മെഡിറ്റേഷൻ കഴിഞ്ഞുള്ള സാറിന്റെ ആ മെസ്സേജ് ഒരു ഭയങ്കര ഇതാണ് സാർ.
ഭയങ്കര ഒരു valuable ആണ്. അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് സാർ. എനിക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞ് കഴിയുമ്പോ എല്ലാം സാറിന്റെ ആ ഓരോ വാക്കുകളാണ്, നിങ്ങൾ കുടുക്ക എടുക്കുക എന്നും 100 രൂപ എങ്കിലും ഇടുക. അതൊക്കെ ഒരു ഭയങ്കര ഇതാ സാർ. എന്റെ കുടുക്ക നിറയാറായി, ഇതുവരെ ഞാൻ പൊട്ടിച്ചിട്ടില്ല. എനിക്ക് എത്ര ആവശ്യം വന്നിട്ടും എനിക്കൊരു ആവശ്യം വന്നായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം ഓർത്ത് ചിലപ്പോ ആയില്ലെങ്കിൽ എനിക്ക് ആ കുടുക്ക പൊട്ടിക്കേണ്ടി വരുമെന്ന്. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യം വന്നില്ല. അതിനകം എനിക്ക് എന്റെ പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് സാർ. അതാണ് ഞാനിപ്പോ സാറിനോട് സംസാരിക്കാൻ ഒരുങ്ങിയത്. മെഡിറ്റേഷൻ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ എന്റെ മനസ്സിൽ പറയുന്ന ഇതാണ്, എന്റെ ചിന്തകളെയും വികാരങ്ങളെയും എനിക്ക് വ്യക്തമായി നിയന്ത്രിക്കാൻ കഴിയുന്നു. ഇത് പറഞ്ഞിട്ടാണ് ഞാൻ മെഡിറ്റേഷന് വന്ന് സാറിന്റെ അടുത്ത് ലൈവ് മെഡിറ്റേഷൻ എന്നും ഉണ്ട് ഞാൻ. അതൊരു 10-12 മണി വരെ അങ്ങനെ തന്നെ സാർ. എന്റെ മനസ്സ് നല്ല ഹാപ്പിയാ. അത് കഴിഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ട പിന്നെ ആ നല്ല അതങ്ങ് പോകും സാർ. പിന്നെ ആ മിസ്റ്റേക്ക് എന്റെ മനസ്സിൽ കിടന്നങ്ങ് കൊലയുന്നത്. അതെനിക്കൊരു ഭയങ്കര, ഞാനത് കുറച്ച് ദിവസം കൊണ്ട് സാറിനോട് ചോദിക്കണമെന്ന് ഓർത്തിരിക്കുകയാണ്, എന്താ അങ്ങനെ വരുന്നെന്ന്. എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ഉടനെ പിന്നെ എനിക്ക് അതേ പറ്റിയുള്ള ചിന്തയാ. അതാണ് അത് സാറ്, അതെന്തുവാ സാർ അങ്ങനെ വരുന്നത്? എനിക്ക് അതിനൊരു ആൻസർ വേണം. അതിന്റെ മറുപടി നാളെ മെഡിറ്റേഷനിലൂടെ കാണിച്ചു തന്നാ പോരെ? മതി സാർ. അവിടെ തന്നെ കൃത്യമായി മെഡിറ്റേഷനിൽ തന്നെ അതിന്റെ മറുപടി പറയാം. മറുപടി അല്ല, അത് കാണിച്ചു തരാം. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഹലോ സാർ. ഒരു സെക്കൻഡ്. ഓമന കുറെ നേരമായി സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പൊ സംസാരിച്ചോ? നിങ്ങൾ സംസാരിച്ചതല്ലല്ലോ, സംസാരിച്ചോ? സാറേ, ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ഇപ്പൊ മെഡിറ്റേഷൻ ക്ലാസ്സിൽ ഒരാഴ്ചയിൽ കയറിയിട്ടുണ്ട്. എനിക്ക് നല്ല സന്തോഷം, സമാധാനമുണ്ട്. പിന്നെ അഫർമേഷനൊക്കെ ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ എന്നെ ഭയങ്കര പോസിറ്റീവായി. ഞാൻ കുറെ വിഷമത്തിലൂടെ കടന്നുപോയ ആളാണ്. ഇപ്പൊ എനിക്ക് ഭയങ്കരമായ സന്തോഷങ്ങളുണ്ട്. ടെൻഷനും സങ്കടങ്ങളൊക്കെ മാറ്റി ഞാൻ ഇനി വിഷമിക്കില്ല എന്ന് എന്റെ മനസ്സിനോട് പറഞ്ഞ് സങ്കടപ്പെടില്ല എന്നിങ്ങനെ വാശിയോട് കൂടിയിട്ട് പോണത്. പിന്നെ എനിക്ക് 2 വിഷമം, എന്റെ മകന്റെ കല്യാണം ശരിയായിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കടങ്ങളുണ്ട്. അതിനിപ്പോ ആകാനെ വിഷമത്തിൽ. പിന്നെ എന്റെ അസുഖത്തിന്റെ കാര്യം നാളെ ഞാൻ സാറിനോട് പറഞ്ഞില്ലേ, യൂട്രസിന് ഒരു ഇതുള്ളത്. അപ്പൊ അതും കൂടി സാറൊന്ന് മനസ്സിൽ മകന്റെ കല്യാണം. ഓക്കെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ? മകന്റെ കല്യാണം കഴിയാത്തതിൽ ഇപ്പൊ എന്താ നിങ്ങൾക്കുള്ളത്? ഇല്ല, അതൊന്നും ശരിയാവണമെന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ. അതാവാത്തൊരു വിഷമമുണ്ട്. മാറ്റം. ഇതാണ് മാറ്റം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മാറ്റം ഉണ്ടാവുക. ഞാൻ വിഷമിക്കില്ലെന്ന് തീരുമാനിച്ചു വെച്ചു, എന്നിട്ട് രണ്ടാമത് കൂടി ചോദിച്ചപ്പോഴും അത് തന്നെ പിടിച്ച്. അല്ലല്ല, ഞാൻ പറഞ്ഞ ഇത് മറ്റുള്ളവർക്കുള്ള സന്ദേശമാണ്. ഞാൻ വിഷമിക്കില്ലെന്ന് അവർ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ടും അവർക്ക് വിഷയങ്ങളുണ്ട്. അവിടെ വിഷയങ്ങൾ മാറിയിട്ടൊന്നുമില്ല. പക്ഷെ എന്നിട്ട് അതിനെ പറ്റി എടുത്ത് ചോദിക്കുമ്പോ, രണ്ടാമത് ചോദിക്കുമ്പോ അവർ പറയണു അത് എനിക്ക് വിഷയമല്ല, അതിന് വിഷമിക്കൊന്നുമില്ല, അതവിടെ യാഥാർത്ഥ്യമാണെന്ന് ഉൾക്കൊണ്ടു. ഇതാണ് മാറ്റം. നേരത്തെ കുറെ പേര് ചോദിച്ചില്ല എന്തേ എനിക്ക് മാറാത്തെന്ന്. ഇങ്ങനെ മാറണം. പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ശരിയാവും. പിന്നെ ബിസിനസ് ക്ലാസ്സിലൊന്നും കയറാൻ പറ്റില്ല സാറേ. ഞങ്ങൾക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ട്, വെളിച്ചെണ്ണ. അതും വലിയ രീതിയിലൊന്നല്ല, എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയുണ്ട്, വീട്ടിൽ തന്നെ വെച്ച് അത്യാവശ്യം ഇങ്ങനെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ആക്കി കൊടുക്കണുള്ളൊരു ചെറുതായിട്ട്. എല്ലാം പെട്ടെന്ന് മാറിയിട്ട് കൂടുതൽ ഉണ്ടാവട്ടെ കേട്ടോ. സാർ, നാളെ മോൻ 10th-ലാണ്. നാളെ മോഡൽ എക്സാം സ്റ്റാർട്ട് ആവുകയാണ്. ക്ലാസ്സിൽ കയറിയിട്ട് ഒരു ദിവസം ക്ലാസ്സിൽ കയറിയിട്ട് പിന്നെ നീ ഓണാക്കിയില്ലല്ലേ? മോളായിരുന്നു. മോളാണല്ലേ? അവൻ കയറിയിട്ടില്ലല്ലേ? അത് മോള്. ഇത് മോനല്ലേ? 10th-ലാണ്. സൈലന്റ് ക്യാരക്ടർ. പേരെന്താ? അദ്വൈത്. എല്ലാം റെഡി അല്ലേ? സെറ്റ് അല്ലേ നാളത്തേക്ക്? എത്ര A+? ഇപ്പൊ A+, A1, A2? ഇപ്പൊ CBSE A+, സ്റ്റേറ്റ് സിലബസ് ആണ് ആള് ഫോളോ ചെയ്യുന്നത് അല്ലേ? A+ൽ ഉറക്കം വരുന്നുണ്ടോ ഇപ്പൊ ഇത്ര നേരത്തെ? ക്ലാസ് ഞാൻ പറഞ്ഞ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു വിളിച്ചത് ആളിന്. വെരി ഗുഡ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മോനെ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഓക്കെ, താങ്ക് യു. ഹലോ സാർ. ഇനി ഒരാളും സംസാരിക്കാൻ പറഞ്ഞു. സായിറാം ജ്യോതിഷ് പറയൂ. യൂട്യൂബിൽ എല്ലാവരും കാണാറുണ്ട്, പക്ഷെ എനിക്ക് ഒരു ഇതിനുള്ള ക്ലിയർ ആയി കിട്ടിയില്ല.
കുറെ കടങ്ങളുണ്ട് സർ. കടം കൊടുത്തതുണ്ട്. അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ ഏത് ടെക്നിക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു തന്നാൽ. കടം കൊടുത്തത് കിട്ടാനായിട്ട് ഞാൻ കുറെ ക്ലാസ്സുകളിൽ പറയണ്ടല്ലോ. പൈസ കിട്ടാനുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചാൽ കടം കൊടുത്തത് തിരിച്ചു കിട്ടുമല്ലോ. അതിനത് ഏതാ സർ? ഞാൻ കുറെ നോക്കിയപ്പോ യൂട്യൂബ് വീഡിയോസ്, ഒരുപാട് വീഡിയോസിൽ ക്ലാസ്സുകൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ക്ലാസ്സുകളിലുണ്ട്. ഇത് കേട്ടാ മതി കേട്ടോ. 1 to 1 എന്ത് വേണമെങ്കിലും എടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് ഉപയോഗിച്ചോളൂ. എല്ലാം വർക്ക് ചെയ്യും. എല്ലാം വർക്ക് ചെയ്യും. 2020 മെഡിറ്റേഷനിൽ കേറിയിട്ടുണ്ടായിരുന്നു സർ. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സന്തോഷം സർ. അത് തന്നെ ഉപയോഗിച്ചാൽ പോരെ. 2020 സെറ്റ് ചെയ്ത അഫർമേഷൻ വേറെ എന്തിനാ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്? 2020 തന്നെ ഉപയോഗിച്ചു. അഫർമേഷൻ ഒന്ന് എഴുതിയാൽ മതിയോ അപ്പൊ? ഓ, ധൈര്യപൂർവ്വം. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. ബിന്ദു, രേഖ അശോകൻ സംസാരിച്ച. രേഖ അശോകൻ. നമസ്കാരം സാറേ. ഞാൻ 2020 മെഡിറ്റേഷനും ഫുൾ മൂണും ചെയ്ത് ഇപ്പൊ സീക്രട്ട് ഓഫ് മണി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുവരെ ശരി ഒന്നും ആയിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും 2020 മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അത് വൈകിട്ട് മാത്രമേ ചെയ്യാമോ അതോ രാവിലെ വെളുപ്പിന് എണീക്കപ്പോഴും ചെയ്യാമോ സാറേ? പൊതുവെ ദേവി പ്രാർത്ഥനകൾ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ചെയ്യണമെന്നാണ് നിയമം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യും. പക്ഷെ ഇന്നൊക്കെ ഞാൻ വെളുപ്പിന് എഴുന്നേറ്റപ്പോഴും ചെയ്തിരുന്നു. തെറ്റൊന്നുമില്ല. പിന്നെ ഇപ്പൊ സീക്രട്ട് ഓഫ് മണിയും ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോ സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് നല്ല വിശ്വാസമുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. തഥാസ്തു. അങ്ങനെ തന്നെ. ഹലോ സാർ. നിർമ്മല പറഞ്ഞോ. ഹലോ, നമസ്കാരം സാർ. ഞാൻ ക്ലാസ്സുകളെല്ലാം പതിവായിട്ട് കേൾക്കുന്നുണ്ട്, എല്ലാം നോട്ടൊക്കെ എഴുതുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു മാറ്റം അങ്ങോട്ട് ഉണ്ടാകുന്നില്ല. ഇങ്ങനെ പ്രതീക്ഷയുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. സാർ, ഒരു സാമ്പത്തികമായിട്ട് ഒരു മാറ്റം അങ്ങോട്ട് ഉണ്ടാകുന്നില്ല സാർ. ഞാൻ എന്തെങ്കിലും മറുപടി ഇതിന് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? വേണ്ടല്ലോ അല്ലെ? ഉണ്ട് സാർ. ഞാനായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, എല്ലാവർക്കും അറിയാം ഞാൻ എന്ത് പറയാൻ മറുപടിയാ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനായിട്ട് മറുപടി തന്നെ കേൾക്കുന്നവർക്കെല്ലാം അറിയാം. നിങ്ങൾ പറഞ്ഞു വന്നപ്പോ തന്നെ നിങ്ങൾ അതിന് ഉത്തരവും പറഞ്ഞു, നിങ്ങൾ ചോദ്യവും പറഞ്ഞു, ഉത്തരവും പറഞ്ഞു. അപ്പൊ പിന്നെ ഞാനായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു, എന്നും പ്രതീക്ഷയോടെ ഞാൻ പോകുന്നു മുന്നോട്ട്. നടക്കട്ടെ. ഞാൻ പറയട്ടെ, ക്ലിയർ ആണ്. ഇപ്പൊ ഞാൻ പറയട്ടെ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നമുക്ക് മറ്റു ബിസിനസ് ക്ലാസ് ഉണ്ട് ഇന്നിപ്പോ. അതുകൊണ്ട് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്നവരോട് സംസാരിക്കാൻ, എല്ലാവരോടും പറ്റില്ല. ബിസിനസ് ക്ലാസ്സിന് സമയം എല്ലാവരോടും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, റിപ്പീറ്റ് ചെയ്തോട്ടെ. ഇപ്പൊ ക്ലിയർ ആണ്, ഇപ്പൊ കേൾക്കാൻ പറ്റും. പറഞ്ഞോ സാറേ. മെയ് 4 എക്സാം ആണ്. ഇപ്പൊ റിപ്പീറ്റ് ആണ്. നേരത്തെ ഒന്ന് സൈലത്ത് പോയി പഠിച്ചു. അവർക്ക് ഒരുവിധം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. കുറെ മാർക്കിന്റെ വ്യത്യാസം ഉണ്ടായി. ഇപ്പൊ രണ്ടാമത് ഇപ്പൊ എഴുതുവാണ്. അപ്പൊ അതില് ആദ്യം നല്ലത് പഠിച്ചു വന്നായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പം പഠിച്ചു കുറെ ഉഴപ്പാണ്. ഇപ്പം പഠിത്തത്തിനകത്ത് വലിയ താല്പര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പൊ അവക്കാരൻ അറിയുമ്പോ പഠിത്തത്തിൽ അത് ഇല്ലെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ സാറിനോട് ഇപ്പൊ ചോദിച്ചപ്പോ അവളോട് ഞാൻ ചോദിച്ചാൽ എക്സാമിനൊക്കെ ചോദിച്ചപ്പോ അന്നേരം ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് ഇപ്പൊ ഞാൻ പറഞ്ഞത് മെയ് 4 എന്താണ് ഇപ്പൊ ചോദ്യം? ചോദ്യം നമുക്ക് പഠിക്കാൻ ഒരു ഉഷാറുണ്ടാവാൻ എന്താ വഴി? അത് അവള് തീരുമാനിക്കട്ടെ. എന്തോ അറിയാൻ വയ്യ. എന്തോ ഒരു താല്പര്യം അങ്ങോട്ട് കിട്ടുന്നില്ല. അല്ല, താല്പര്യം കിട്ടാതിരിക്കുന്ന കാരണം അവളോട് ചോദിച്ചാലേ അറിയുള്ളൂ. ഇതിപ്പോ നിങ്ങൾ താല്പര്യമില്ല, നിങ്ങളും താല്പര്യമില്ലാന്ന് ഞാനും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ മറുപടി അറിയും? അത് അവളോട് ചോദിച്ചാലേ അറിയുള്ളൂ. നല്ലോണം പഠിക്കുന്ന അറിയാം, നല്ലോണം പഠിക്കും. രണ്ടുപേരും ദൈവത്തിൽ ചിലർ പഠിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ അതിനിപ്പോ മറുപടി പറയണേ എനിക്ക് അവളെ കണ്ടാലല്ലേ പറയാൻ പറ്റും. ഇപ്പൊ സജീവ് പറഞ്ഞൊരു കാര്യം വെച്ചിട്ട് എന്താണ് അവളുടെ വിഷയം ഞാൻ എങ്ങനെ പറയാ? അഥവാ അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാണോ? അങ്ങനെയാണ് പറയാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇല്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ വിശ്വസിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങളെ മകള് പാസ്സാവുന്നു എന്ന കാര്യം നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാം. പാസ്സാവുന്നു, അവൾ പഠിക്കുന്നു. നിങ്ങൾ പഠിക്കുന്നില്ല എന്ന് പറയുന്നതിന് പകരം പഠിക്കുന്നു എന്ന് പറയൂ. അവൾ പഠിക്കുന്നു, അവർക്ക് എനർജറ്റിക് ആയിട്ട് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നു എന്നുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യൂ. അത്രയും നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നെ അവൾക്ക് പഠിക്കാത്തതിന് അവിടെ ചോദിക്കുക, എന്തേ പഠിക്കാത്തത്, എന്താണ് നിനക്ക് വേണ്ട ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ചോദിച്ചിട്ട് അവത് വേണ്ടി ചെയ്തു കൊടുക്കുക. എന്നിട്ട് അവളെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അതേ പറ്റുള്ളൂ. ഒരാൾ പഠിക്കാന്ന് വെച്ചാൽ ഇന്ന് ഞാൻ രാവിലെ ഞാൻ ഇതൊക്കെ കുറേ ഘടകങ്ങളിലൂടെ അതാണ്. ഇന്ന് ഞാൻ രാവിലെ 5 മണിക്ക് ഇരുന്ന് ഇരുത്താണ് ഇവിടെ, 10:30 മണിക്കാണ് ഇവിടുന്ന് എഴുന്നേറ്റത്. നിങ്ങളുടെ സീക്രട്ട് ഓഫ് മണിയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. ഞാൻ എത്ര നീങ്ങിയാലും ആദ്യത്തെ 4 മണിക്കൂർ പെട്ടെന്ന് പോയി. പിന്നത്തെ കാര്യം നീങ്ങുന്നേ ഇല്ല. പിന്നെ ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കുകയാണ്. കാരണം എല്ലാ കാര്യവും എല്ലാ സമയത്തും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓരോ സന്ദർഭങ്ങളുണ്ട്. എത്ര മണിക്കൂർ. അപ്പൊ ഇതിന് ഓരോ രീതിയിലും ഓരോ ഇതിലൂടെ പോകും. നമുക്കൊരു കുട്ടികളുടെ കാര്യം ഇപ്പൊ അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും നടക്കട്ടെ, നന്ന് പാസ്സാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. അതിനു വേണ്ടി ചെയ്യട്ടോ. ഓക്കെ, താങ്ക് യു. നിഖില എന്താ എത്ര പ്രാവശ്യം പറയാം സാർ എഴുതി? നിഖില പറയണ്ട പറഞ്ഞു. വടകരയിലാണ്. എനിക്ക് സാറിനോട് ഒന്ന് 2 കാര്യം പറയാനുണ്ട്. അതിനാണ് ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ്സിൽ ഞാൻ കയറിയത്. വത്സല ടി.കെ. വടകര. പറഞ്ഞു. ഞാനാണോ? വത്സല ടി.കെ പറയുന്ന റേഞ്ച് ഇല്ല വത്സല. നിങ്ങൾ എന്താ പറയണേ? കേൾക്കുന്നില്ല. സാർ ഞാൻ വത്സലയാണ്, വടകര എന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഇന്ന് ഈ ക്ലാസ്സിലേക്ക് ഇന്ന് കയറിയത്. 2 മാസത്തോളമായി ഞാൻ സാറിന്റെ ഇതിൽ കയറിയിട്ട്. പക്ഷെ എനിക്ക് എന്തെല്ലാം ചെയ്യണ്ടെന്നല്ല വ്യക്തമായിട്ട് അറിയില്ല. സാറൊന്നും പറയാറ്. പക്ഷെ ഞാൻ സാറ് പറയുന്നത് മുഴുവനും എല്ലാ ദിവസവും കേൾക്കുകയും എഴുതിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിലേശം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലുള്ള ആൾക്കാരാണ്. ഭർത്താവ് മരിച്ചു, 4 വർഷമായി ഭർത്താവ് മരിച്ചിട്ട്. അതിനുശേഷം ഇങ്ങോട്ട് എനിക്ക് ജോലിയൊന്നുമില്ല. മകൻ മാത്രമേ ഉള്ളൂ. ഒരു മോളുണ്ട്, ഓളെ കല്യാണം കഴിച്ചു. ഓക്ക് 2 കുട്ടികളുണ്ട്. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഞാനും മോനും മാത്രമാണ് ഈ വീട്ടില്. ഞങ്ങൾക്ക് പിന്നെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ വീട് വെക്കാൻ വേണ്ടി ബാങ്ക് ലോൺ എടുത്തിരുന്നു. അതുവരെ കൃത്യമായി അടച്ചു. പിന്നെ അച്ഛന് മീറ്റായിരുന്നു ജോലി. അത് എനിക്ക് പിന്നെ ജോലിയൊന്നുമില്ല. ഞാൻ ചെറിയൊരു സ്കൂളിൽ ആയിട്ട് പോയിരുന്നു. പക്ഷെ അവര് എനിക്ക് കാലിന് വേദന ഉള്ളത് കൊണ്ട് അവര് വരണ്ടെന്ന് പറഞ്ഞ് എന്നെ വിട്ടയച്ചു. ഇപ്പൊ ഞാൻ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ്. മോൻ മാത്രമാണ് എല്ലാം ജീവിതത്തിൽ ഓനെല്ലാം ആവണം. വത്സല ചോദ്യത്തിലേക്ക് വരൂ. ഇങ്ങനെ പറയാൻ തന്നെ ഈ 1 മണിക്കൂർ ഇത് പോകും. എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്. ജസ്റ്റ് എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് പിടിയിട്ടില്ല. അത് മാത്രം പറയും. അപ്പൊ നമുക്ക് അതിന് മറുപടി പറയാം. എനിക്ക് ഇതില് മെഡിറ്റേഷനിൽ കയറണം. മെഡിറ്റേഷനിൽ ഞാൻ വർഷങ്ങളായിട്ടുള്ളതെല്ലാം ഇന്നലെ വരെ കയറിയത്. ഇന്ന് രാവിലെ വരെ കയറിയത്. പക്ഷെ അത് എനിക്ക് അറിയില്ല എങ്ങനെയാന്നുള്ളത്. എനിക്ക് വലിയ ഇംഗ്ലീഷ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ സാർ. ഞാൻ മലയാളത്തിൽ മാത്രം എല്ലാം ചെയ്യുന്നതാണ്. പിന്നെ മെഡിറ്റേഷൻ സാറിന്റെ മെഡിറ്റേഷൻ ആണ് ഞാൻ ചെയ്യുന്നത്. അത് 1 ഇയറിനെല്ലാം കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് 2 മാസമല്ലേ ആയുള്ളൂ. ഞാൻ ഇന്ന് വരെ കയറിയിട്ടില്ലല്ലോ. ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് സാറിന്റെ എല്ലാം എനിക്ക് എന്റെ വീട് ഇപ്പൊ ബാങ്കിലാണ്, ജപ്തിയാണ് 18-ന്. അതെല്ലാം എനിക്ക് സാമ്പത്തികമായിട്ട് കഴിവൊന്നുമില്ല. എന്റെ മോൻ മാത്രമേ എനിക്കുള്ളൂ. അതിൽ കൂടെ ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു വരണം. അതാണ് ഞാൻ ആകെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇന്ന് വരെ സാറിന്റെ ക്ലാസ്സിലേക്ക് കയറിയിട്ടില്ല. ഓക്കെ, നിഖില സംസാരിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ഒരു ആവശ്യം? നിഖില സംസാരിച്ചു. സാർ എന്നോട് എന്തോ പറയാ? എന്താ സാറേ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആര്? ഞാനോ? അതെ, എന്റെ കാര്യം കുറച്ച് പറയാനുണ്ടെന്ന് സംസാരിക്കണ്ടെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അത് എനിക്ക് ഓർമ്മയില്ല. സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓർമ്മയില്ല. ഞാൻ എനിക്ക് എന്റെ കാര്യം കഴിഞ്ഞ നമ്മൾ അഫർമേഷൻ ഒക്കെ എഴുതിയിട്ടില്ലായിരുന്നോ? കുറച്ച് കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ കഴിഞ്ഞ ദിവസം? ലൈവ് ക്ലാസ്. ലൈവ് സെഷനിൽ തന്നെ. അപ്പൊ ഞാൻ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സാർ നിഖിലേന്റെ കാര്യം ഒന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ മറന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും തലയിൽ കയറുന്നില്ല. ഇപ്പൊ ക്ലാസിന്റെ സമയമായപ്പോഴും. അപ്പൊ ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. മറ്റേ ക്ലാസ് ഉണ്ട്. താങ്ക് യു. നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു വെരി മച്ച്.